അല്ല ഇപ്പൊ നമ്മുടെ പ്രശാന്ത് കാഞ്ഞിരമറ്റം ഞാൻ നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും അവനായതുകൊണ്ട് പറയാം, നമ്മൾ അങ്ങോട്ടും കൂടെ കളിയാക്കുന്നില്ല. ഇത് കളിയാക്കണ കാര്യമല്ല, പറ്റിക്കാൻ ഏറ്റവും പറ്റിയ ഒരാളാണ് പ്രശാന്ത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറ്റിക്കും. ഇപ്പൊ പറ്റിച്ചിട്ട് അങ്ങ് കറങ്ങി വന്നിട്ട് പറഞ്ഞാൽ അവൻ പിന്നെ പെടുപോയില്ല, വിശ്വസിക്കും. അപ്പൊ ഞാൻ മീൻകട തുടങ്ങിയില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവനെ വിളിച്ചടാ നീ എവിടെ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ കടയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. നല്ല ഫ്രഷ് പെട്ടക്കണ മീൻ കിട്ടുന്ന സ്ഥലമുണ്ട്, നിനക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എടുക്കുക എത്ര വേണമെങ്കിലും എടുക്കും. എവിടെ? ഞാൻ അറബിക്കടലാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു പ്രശാന്തേ അപ്പൊ ലോക്ക്ഡൌൺ ടൈമാ, സ്കൂളൊക്കെ മുടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞടാ ഈ നമ്മുടെ ഏറ്റുമാനൂർ സ്കൂൾ വരെ ഒന്ന് പോകുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് ചെല്ലാമെന്ന് ചോദിച്ചു. സ്കൂളൊക്കെ മുടക്കാൻ നീ പൊട്ടനെ അറിയാന്നേ. അമ്മ പറഞ്ഞു അതിനെന്താ ഞാൻ പോടാ, ഞാൻ വൈഫ് ഹൗസിലേക്ക് പോകണ വഴി കയറാം, കുഴപ്പമില്ലെന്ന്. ഞാൻ പിന്നെ ഈ പാവപ്പെട്ട സ്കൂളാണ്, അങ്ങനെ പൈസ ഒന്നും വേണ്ട, എന്നിട്ട് വണ്ടിക്കാശ് എന്തെങ്കിലും തരുമെങ്കിൽ തരാൻ പറഞ്ഞു. ശരി, അപ്പം നീ അന്ന് 2-ാം തീയതി രാവിലെ ഒരു 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം. ഗേറ്റ് പൂട്ടിയൊക്കെ ഇരിക്കും, അതിൻ്റെ ഒരു ഊട്ടയിൽ താക്കോല് വെച്ചിട്ടുണ്ടാവും. അപ്പം അത് തുറന്നിട്ട് നീ അകത്ത് കയറി സ്റ്റേജിൽ കയറി പരിപാടി അവതരിപ്പിക്കണം. കുട്ടികളൊന്നും ഉണ്ടാവില്ല, അത് അവതരിപ്പിച്ചിട്ട് നീ നേരെ പ്രിൻസിപ്പളിൻ്റെ വീട്ടിൽ കൊണ്ട് താക്കോല് കൊടുത്തിട്ട് പോരാൻ പറഞ്ഞു. ഈവനോട് പാട് ചീത്ത. അതല്ല നോബി ഞങ്ങളൊക്കെ ഒരു സ്പീക്കറിലിട്ടാ പറയണത്. എപ്പോഴും വിളിച്ചിട്ട് വിളിച്ചു കഴിയുമ്പോൾ ചോദിക്കും ഞാൻ. അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരാളാണ് പ്രശാന്ത്. അന്ന് അവൻ അതിനുള്ള ഇതൊന്നുമില്ല കേട്ടാ, നാണമില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷൂട്ടിംഗ് സ്ഥലത്തോ പ്രോഗ്രാം സ്ഥലത്തോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് സെൽഫി എടുക്കാൻ വരും. സെൽഫി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും സാജുവിന്? എനിക്ക് ഒരിക്കലില്ല. കാരണം ഞാൻ ചിലപ്പോൾ അമ്പലത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ പോവുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ, എവിടെ ചെന്നാലും ഫോട്ടോ ഞാൻ മേടിച്ചിട്ട് സെൽഫി എടുത്ത് കൊടുക്കും. ഞങ്ങൾ ഈ അമർ അക്ബറിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ വെച്ചില്ലേ, അവിടെ ഞാൻ ആ പാട്ട് പാടുന്ന സീനില്ലേ സ്റ്റേജിൽ കാണിക്കണം, ആ സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ ഞാനും ശശിചേട്ടനും കൂടി, കലിംഗ ശശിചേട്ടനും കൂടി. അപ്പോൾ അവിടുത്തെ കോളനിയിൽ കുറേ പിള്ളേർ വന്നിട്ട്, അപ്പം ഈ നമ്മളിങ്ങനെ കർട്ടൻ്റെ ബാക്കിൽ കള്ളുകൂടി നടക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ ടർപ്പയുടെ ബാക്കിൽ കള്ളുകൂടി നടക്കേണ്ട വർത്താനം നമുക്കറിയാൻ പറ്റും. 2-3 പിള്ളേർ വന്നിട്ട് ചേട്ടാ ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ച്. നമ്മുടെ മക്കൾ എന്തുകൊണ്ട് എടുത്തോളാൻ വേണ്ടി ഞങ്ങൾ ഫോട്ടോ എടുത്തു. ശശിചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടൻ ഒരു ഫോട്ടോ ഓടിച്ച്. ശശിചേട്ടൻ അങ്ങനെ എടുപ്പിക്കില്ല. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ അപ്പുറത്ത് ഈ ടർപ്പയുടെ പുറകിൽ വന്നിട്ട് അവിടെ സംസാരം, ആരുടെ ഫോട്ടോ എടുക്കൂലെന്ന് പറഞ്ഞത്. അതൊന്നും അറിയണമല്ലോ, ഇവിടെ ഷൂട്ടിങ് നടത്തണം. ഏതാണ് പറഞ്ഞത്? ഇപ്പുറത്ത് തന്നെ ഞങ്ങളെ പുറകിൽ 2 പേര് കേട്ടോണ്ട് ഇവര് തന്നെ വന്നിട്ട് ശബ്ദം മാറ്റി. അല്ല, അപ്പുറത്ത് കുടിച്ചിട്ട് നിങ്ങളോട് പോയി പരാതി പറഞ്ഞു ഉമ്മാര്. അന്ന് ഇത് ഇന്നിവിടെ നിർത്തിച്ചിട്ട് ഏതവനോടാ പറയാത്ത, അവനൊന്നും കാണണമല്ലോ എന്നും പറഞ്ഞ് ചൈച്ചേട്ടൻ കേട്ടോണ്ടിരിക്കുകയല്ലേ. അവരാ ടർപ്പിങ് മാറ്റി വരുമ്പോ എവിടെയായിട്ട് ഫോട്ടോ എടുക്കണ്ടേ വാ. അങ്ങനെ കുറേ സ്ഥലത്ത് സംഭവിച്ചു. ഇതുപോലെ ഞാൻ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ സദ്യ ഉണ്ടതിന് ശേഷം കയ്യൊക്കെ ആയിട്ട് ഞാനൊരു ചെയർ കിടക്കലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വന്നിരുന്നു. ഇതിപ്പോൾ ഒരാൾ ഒരു 100 കിലോൻ്റെ അടുത്തുണ്ട്, ഒരു 100-110 കിലോ, നല്ല ബൾക്കി ആയിട്ടൊരു ചേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ചോറ് നിന്ന് കൈ കഴുകാൻ പോയി. ഇങ്ങനെ നടന്നു പോയപ്പോൾ എന്നെ കണ്ട് പുള്ളി ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് നോക്കിയിട്ട് പുള്ളി പോയി. എന്നിട്ട് കൈ കഴുകിയിട്ട് മുണ്ടേ തുടച്ചിട്ട് മുണ്ടങ്ങ് മടക്കി ഒത്തിരി എന്നെ നോക്കി എന്നിട്ട് വന്നു. ഞാൻ കച്ചനിരിക്കുകയാണല്ലേ, എൻ്റെ ഈ മടി കയറി അങ്ങിരുന്നു. 150 കിലോ ഉള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഈ ഒരു പഴയ ഒരു ഫോൺ എടുത്തിട്ട് പുള്ളി ഇത് ഓണാക്കി ക്യാമറ ആണ് ഈ ഗ്യാപ്പിലൂടെ എൻ്റെ മടിയിലെടുത്തിട്ട് പുള്ളിനെ എന്നെ കൂടെ എടുത്തിട്ട് എഴുന്നിട്ട് ഒന്നും പറഞ്ഞില്ല പോയി. ഞാൻ ഇത് എന്തായിരിക്കും സംഭവം? ചേട്ടൻ ഫോട്ടോ എടുത്തിട്ട് ഒന്നും ചോദിച്ചില്ല. പുള്ളിക്ക് മനസ്സിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോയി. അല്ല, കുറെ ആൾക്കാരുണ്ട് നമുക്ക്, അവരുടെ ചിലവർ കഴിച്ച നമ്മളെ വലിച്ചുകൊണ്ട് കിടക്കും. പിന്നെ കറക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉന്നം പിടിച്ചിട്ട്. അല്ല അത് പിന്നെ നമ്മൾ തന്നെ എടുത്തു കൊടുക്കുന്ന മെയിൻ ഉദ്ദേശം അതിനെ ഇങ്ങനെ കാണിക്കാതിരിക്കാനാ.